ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ, അതായത് ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ പി സിയിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ വിൻഡോസ് 10 11 നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ അറിയില്ലെങ്കിൽ ഇന്നത്തെ വീഡിയോയുടെ അത് നിങ്ങൾക്ക് നല്ല റെഡിക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആവുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, അപ്പം ഇത് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ആകെ വേണ്ടത് ഒരു 8 GB ഒരു USB ആണ്. 8 GB USB പിന്നെ ഒരു ലാപ്ടോപ്പ്, ഒരു കമ്പ്യൂട്ടർ. അതായത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ അല്ല, അല്ലാണ്ട് സെക്കൻഡായിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ബൂട്ടബിൾ മീഡിയ ക്രിയേറ്റ് ചെയ്യണം നമ്മൾ USB യൂസ് ചെയ്തിട്ട്. അപ്പോൾ അതിന് വേണ്ടി ഒരു ലാപ്ടോപ്പോ കമ്പ്യൂട്ടർ വേണം. നിങ്ങളുടെ അടുത്ത് ഇനി ഒറ്റ ലാപ്പോ കമ്പ്യൂട്ടറോ ഉള്ളൂ, അതിലാണ് വിൻഡോസ് ഇല്ല എന്നുള്ളൊരവസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് യു ക്യാൻ ഗോ വിത്ത് യുവർ ഫാമിലി മെമ്പേഴ്സ് ഓർ ഹൗസ് മേറ്റ്സ്, ഹോമീസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല കടയിലും പോയി ചോദിച്ചാലൊക്കെ ഇത് അവൈലബിൾ ആവുന്നതാണ്. ഒരു ലാപ്ടോപ്പ് ജസ്റ്റ് ഒന്ന് ബൂട്ടബിൾ മീഡിയ ക്രിയേറ്റ് ചെയ്ത് തരാൻ പറഞ്ഞാൽ അവർ ക്രിയേറ്റ് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എങ്ങനെയാണ് നമുക്ക് USB യൂസ് ചെയ്തിട്ട് ഒരു ISO ഫയൽ അല്ലെങ്കിൽ ഒരു ബൂട്ടബിൾ മീഡിയ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചിരുന്നത് വിൻഡോസ് 10 ആണ്. വിൻഡോസ് 10 ഒരുവിധം എല്ലാ സിസ്റ്റത്തിലും സപ്പോർട്ടഡ് ആണ്. വിൻഡോസ് 11 കുറച്ച് റിക്വയർമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. TPM പിന്നെ എന്താ പറയുക, അങ്ങനെ സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ്സ് ഒക്കെ ഉണ്ട്, അല്ലെ ഹാർഡ്വെയർ റിക്വയർമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് വിൻഡോസ് 10 എങ്ങനെയാണ് ചെയ്യാൻ നോക്കുന്നത്. 11 വേണമെങ്കിൽ സെപ്പറേറ്റ് വീഡിയോ ആണെങ്കിൽ ഞാനത് ചെയ്യാം. പക്ഷേ സെയിം പ്രോസസ്സ് തന്നെയാണ് 11 ചെയ്യാൻ. ഇതേ എക്സാക്ട് സെയിം പ്രോസസ്സാണ്. എഴുതി കാണിക്കുന്നിടത്ത് വിൻഡോസ് 10 വേറെ 11 എഴുതി കാണിക്കുന്നുള്ളൂ, അല്ലാണ്ട് വേറൊരു വ്യത്യാസങ്ങളൊന്നുമില്ല. സെയിം പ്രോസസ്സാണ്. പക്ഷേ വിൻഡോസ് 11 സപ്പോർട്ടാണെന്ന് നോക്കണം, അത്രയേ ഉള്ളൂ. വിൻഡോസ് 10 ഒരു എല്ലാ സിസ്റ്റത്തിലും സപ്പോർട്ടാണ്. പിന്നെ പണ്ടത്തെ വിൻഡോസ് XPൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ രക്ഷയില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എങ്ങനെ എന്താ പറയുക ഒരു ബൂട്ടബിൾ മീഡിയ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ നമ്മളുടെ ഡെസ്ക്ടോപ്പോ PCയിലോട്ടോ വരിക. നമ്മൾ സെക്കൻഡായിട്ട് വേണമെന്ന് പറയില്ല, അതിലോട്ട് വരിക. എന്നിട്ട് നമ്മൾ ക്രോം ഓപ്പൺ ചെയ്യുക. ക്രോമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അകത്ത് വിൻഡോസ് 10 ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ സെർച്ച് ചെയ്താൽ എന്താ പറയുക, ഇതേപോലെ നിങ്ങൾക്ക് കാണാം ഡൗൺലോഡ് വിൻഡോസ് 10 ഡിസ്ക് ഇമേജ്. മൈക്രോസോഫ്റ്റിൻ്റെ ഒറിജിനൽ വെബ്സൈറ്റ് തന്നെ ചെയ്യണം. ഗെറ്റ് ഇൻ ടു PC പിന്നെ അങ്ങനത്തെ പോലത്തെ എന്താ പറയുക തേർഡ് പാർട്ടി വെബ്സൈറ്റ്സ്, അതായത് എന്താ പറയുക ക്രാക്കൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. കാരണം നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ ഒരു വൈറസ് ആണെങ്കിൽ ചിലപ്പോൾ അത് വലിയ പ്രശ്നമാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒറിജിനൽ ലീഗലായിട്ടുള്ള വെബ്സൈറ്റ് തന്നെ വിൻഡോസ് 10 കയറ്റുക. ഓക്കെ, അപ്പോൾ നമുക്ക് മൈക്രോസോഫ്റ്റിൻ്റെ ലീഗലായിട്ടുള്ള വെബ്സൈറ്റിൽ നമ്മൾ ചെന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് കാണും. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെ വിൻഡോസ് 10 ആ ഒരു പ്രിവ്യൂ കാണിച്ചിട്ടുണ്ട്. വിൻഡോസ് 10 2022 അപ്ഡേറ്റ് വെർഷൻ 22H2 എന്ന് കാണിക്കും. നിങ്ങളിവിടെ ക്രിയേറ്റ് വിൻഡോസ് 10 ഇൻസ്റ്റാളേഷൻ മീഡിയ ഡൗൺലോഡ് ടൂൾ നൗ, ഇതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്ഡേറ്റ് നൗ ക്ലിക്ക് ചെയ്താൽ നിങ്ങളെ ഈ ഒരു കറണ്ട് PC അപ്ഡേറ്റ് ചെയ്യാനുള്ള സംഭവമാണ്. ഓക്കെ, അല്ലാണ്ട് വേറെ വേണ്ടിയല്ല. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ടൂൾ ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫോൾഡർ, ഞാനിപ്പോൾ ഡൗൺലോഡ് പോയി സേവ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് കാണാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് വിൻഡോസ് 11 ആണ് ചെയ്യേണ്ടെങ്കിൽ അതും കാണിച്ചു തരാം. അതിന് വേണ്ടിയാണെങ്കിൽ നിങ്ങൾക്കിവിടെ ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് എന്നുള്ള ഈ ഒരു സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻ കാണുന്നതാണ്. വിൻഡോസ് 7 ഒക്കെ ഇപ്പോൾ ഉണ്ടോ ഗൈസ്? ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് നോക്കി വെക്കാം. ഓക്കെ, ഇതെവിടെ കാണിക്കുന്നുണ്ട്, സപ്പോർട്ട് ഫോർ ദിസ് പ്രൊഡക്റ്റ് ഹാസ് എന്താ പറയുക അങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പം ഇതെന്തായാലും നിന്നിട്ടുണ്ട്. ഓക്കെ, നല്ല മഴയാണ് ഗൈസ്, നിങ്ങളൊക്കെ അവിടെ നല്ല മഴ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് 8 അവൈലബിൾ അല്ല, നമുക്ക് 10 11 ആണ് ഇപ്പോൾ കറൻ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം നമ്മൾ ഇവിടുന്ന് വിൻഡോസ് 11 സെലക്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് പോകാൻ പ്രയാസമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് വിൻഡോസ് 11 എന്ന് കൊടുക്കുക. അങ്ങനെ കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ എന്താ പറയുക ഡൗൺലോഡ് വിൻഡോസ് 11 മൈക്രോസോഫ്റ്റ് എന്നുള്ള വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾ കയറുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. ഇവിടെ നിങ്ങൾക്ക് വിൻഡോസ് 11 പ്രിവ്യൂ ഒക്കെ കാണാം. ഇവിടെ നിങ്ങൾക്ക് 3 ഓപ്ഷനായിട്ട് വരും. ഇൻസ്റ്റാളേഷൻ അസിസ്റ്റൻ്റ്, അത് നിങ്ങൾക്ക് കറണ്ട് PC അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സംഭവമാണ്. പിന്നെ ക്രിയേറ്റ് വിൻഡോസ് 11 ഇൻസ്റ്റാളേഷൻ മീഡിയ, ഇതാണ് നമ്മൾ യൂസ് ചെയ്യുക. നമ്മൾ USB വെച്ചിട്ട് ഇതുണ്ടാക്കുമ്പോൾ. പിന്നെ ഡൗൺലോഡ് വിൻഡോസ് 11 ഡിസ്ക് ഇമേജ്, അതും വെച്ച് ചെയ്യാം. പക്ഷേ അതൊക്കെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഡൗൺലോഡ് ഉണ്ടാവുന്നതിൽ ഈ വിൻഡോസ് ഇൻസ്റ്റാളേഷൻ മീഡിയ എടുക്കാം. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഫോൾഡർ ചെന്ന് സേവ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ആ ഫോൾഡറിലോട്ട് ലൊക്കേറ്റ് ചെയ്യുക. ആ ഫോൾഡറിലോട്ട് നമ്മൾ കയറി ചെല്ലാം. ഇനി നമുക്ക് ഗൂഗിൾ ക്രോമിൻ്റെ ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം ഞാൻ ഡൗൺലോഡ് ചെയ്ത ഫയൽ. ഇവിടെ 22H2 കാണാം, 23H2 കാണാം. 22H2 വിൻഡോസ് 10, പിന്നെ 23H2 വിൻഡോസ് 11 ആണ്. നമ്മൾ വിൻഡോസ് 10 ഇൻസ്റ്റാൾ ചെയ്യുന്ന കാണിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ
ഈ 22H2 എന്നുള്ള ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്യണം. അതിൻ്റെ മുമ്പ് നമ്മളുടെ പെൻഡ്രൈവ് USB കണക്ട് ചെയ്യണം. ഓക്കെ, നമ്മളെ USB ഒരു 8GB എങ്കിലും അറ്റ്ലീസ്റ്റ് വേണം. ഏറ്റവും മിനിമം ആണ് 8GB, അതിൽ കൂടിയാൽ കുഴപ്പമൊന്നുമില്ല. അത് കണക്ട് ചെയ്യുക, എന്നിട്ട് 8GB ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, എന്നിട്ട് അതിനൊന്ന് ഫോർമാറ്റ് ചെയ്യുക. ഫോർമാറ്റ് ചെയ്യാനൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്. ജസ്റ്റ് ആ USB-യിലെ ബാക്കിയുള്ള ഫയൽസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങോട്ടെങ്കിലും സേഫ് ആയിട്ട് വെക്കുക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ശേഷം നമ്മൾ ഈ 22H2 പറഞ്ഞ ഫയൽ ഓർക്കുക. Windows 10 വേണ്ടിയുള്ള 22H2 പറഞ്ഞ ഫയൽ ഓപ്പൺ ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പെർമിഷൻ ചോദിക്കും. അവിടെ നിങ്ങൾ യെസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ലോഡിങ് കാണാം. ഓക്കെ, വെയിറ്റ് ചെയ്യുക. ഓക്കെ, അതിൻ്റെ മുമ്പ് വരെയുള്ള ബാക്കപ്പ് ചെയ്യുക. നിങ്ങളുടെ Windows 10 ഫയൽസൊക്കെ അല്ലേ നിങ്ങൾ ഈ ഒരു കറൻ്റായിട്ടുള്ള നിങ്ങളിപ്പോൾ മാറ്റുകയാണെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് വേറെ എന്തെങ്കിലും ഇഷ്യൂ, വൈറസിൻ്റെ ഇഷ്യൂ ഉണ്ടായിട്ടാണെങ്കിൽ നിങ്ങളെ ഫയൽസൊക്കെ സേവ് ചെയ്യാൻ ശ്രമിക്കുക എങ്ങോട്ടെങ്കിലൊക്കെ. പിന്നെ കംപ്ലീറ്റ് വൈറസ് വെച്ചൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതൊന്നും നടക്കില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം കാണാം, ആപ്ലിക്കബിൾ നോട്ടീസ് ആൻഡ് ലൈസൻസ് ടേംസ്. നിങ്ങൾക്ക് സമയമുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മൊത്തം വായിച്ച് വെക്കാം. പക്ഷേ എനിക്ക് തീരെ സമയമില്ല ഗൈസ്. ഓക്കെ, എന്നെ പോലെ സമയമില്ലാത്ത വ്യക്തികളാണെങ്കിൽ ജസ്റ്റ് താഴോട്ടാക്കുക, പിന്നെ തിരിച്ച് മേലോട്ടാക്കുക, വായിച്ചു എന്ന് കാണിക്കുക, എന്നിട്ട് ആക്സെപ്റ്റ് കൊടുക്കുക. ഓക്കെ, പിന്നെ ഗെറ്റിംഗ് എ ഫ്യൂ തിങ്സ് റെഡി പറഞ്ഞ് കറക്കങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകും ഗൈസ്. ഇഷ്ടംമാതിരി കിടന്നൊക്കെ ചെയ്യാനുള്ളതാണ്. ഓക്കെ, വാട്ട് ഡു യു വാണ്ട് ടു ഡു? അവിടെ നിങ്ങൾ ക്രിയേറ്റ് ഇൻസ്റ്റാളേഷൻ മീഡിയ എന്നുള്ളതിനെ കൊടുക്കുക. അപ്ഡേറ്റ് ദിസ് PC ആണ്. നിങ്ങൾക്ക് ഈ PC ഒന്നും കൂടി ജസ്റ്റ് എന്തെങ്കിലും കാരണത്തിന് അപ്ഡേറ്റ് ചെയ്യാനുള്ളതാണ്. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ലാംഗ്വേജ് ആർക്കിടെക്ചർ എഡിഷൻ എന്നൊക്കെ കാണാം. നിങ്ങൾക്ക് ഈ ടിക്ക് മാർക്ക് പോക്കിയാൽ നിങ്ങൾക്ക് വേണ്ടതായ രീതിയിൽ സെലക്ട് ചെയ്യാം. ഇനി ഈ PC-ൻ്റെ സെയിം റിക്വയർമെൻറ്റ്സ് ഉള്ളതാണെങ്കിൽ യൂസ് ദിസ് PC റിക്വയർമെൻറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ ടിക്ക് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് സെലക്റ്റും ചെയ്യാം. 32-bit വെർഷൻ വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് അടിക്കുക, USB ഫ്ലാഷ് ഡ്രൈവ് സെലക്ട് ചെയ്യുക. USB കണക്റ്റഡ് ആയിരിക്കണം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഇവിടെ എൻ്റെ USB കണക്റ്റഡ് ആണ്, അതുകൊണ്ട് എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുകയാണ്. ഓക്കെ, അതിന് നിങ്ങൾ USB സെലക്ട് ചെയ്യുക, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക, എന്നിട്ട് ഇൻസ്റ്റാൾ കൊടുക്കുക. എത്രയേ ഉള്ളൂ പ്രോസസ്സ്. ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്തായാലും ഒരു നിങ്ങളെ PC അനുസരിച്ചിരിക്കും. മിനിമം ഹാഫ് ആൻ അവേഴ്സൊക്കെ, ചിലപ്പം മിനിമം അല്ല, ചിലപ്പോൾ അതിലും പെട്ടെന്ന് ചെയ്യും, ചിലപ്പോൾ ആ സമയം എടുക്കും. ഓക്കെ, എന്നിട്ട് നിങ്ങൾ സേഫായിട്ട് നിങ്ങളെ PC ഈ പെൻ ഡ്രൈവ് എജക്റ്റ് ചെയ്തെടുക്കുക. ഓക്കെ, നമുക്ക് എങ്ങനെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് വിശ്വാസമായാലും ഇത് എത്രത്തോളം സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നമ്മൾ USB എടുക്കുക, PC-ൻ്റെ ബാക്കിൽ കുത്തുക. ചില PC-ക്ക് മുമ്പ് കുത്തിയാൽ വർക്ക് ചെയ്യില്ല. ലാപ്ടോപ്പൊക്കെ ആണെങ്കിൽ പിന്നെ അറിയാമല്ലോ. എന്നിട്ട് നിങ്ങളെ ഡിവൈസ് ഓൺ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ UEFI എന്നുള്ള സംഭവം നിങ്ങളെ പെൻഡ്രൈവ് സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങളെ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ടൈം ആൻഡ് കറൻസി ഫോർമാറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, സെലക്ട് ചെയ്യുക, ഇൻസ്റ്റാൾ നൗ ചെയ്യുക. അപ്പോൾ സെറ്റപ്പ് ഈസ് സ്റ്റാർട്ടിംഗ് എന്ന് പറയും. ഇനിയാണ് ഗൈസ് ലോഡിങ്ങിൻ്റെ പൊടിപൂരം. ഇവിടെ നിങ്ങൾ ആക്ടിവേറ്റ് വിൻഡോസ്, നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഐ ഡോണ്ട് ഹാവ് എ പ്രൊഡക്റ്റ് കീ എന്ന് കൊടുക്കുക. ഞാനിപ്പോൾ ഐ ഡോണ്ട് ഹാവ് എനി പ്രൊഡക്റ്റ് കീ കൊടുക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ വെർഷൻ, അതായത് ടൈപ്പ് സെലക്ട് ചെയ്യാം. ഹോം ഉണ്ട്, പ്രോ ഉണ്ട്, Windows 10 Pro ഉണ്ട്, Windows 10 ഹോം ഉണ്ട്. ഞാൻ എന്തായാലും ഹോം സെലക്ട് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെർഷൻ സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഈ സെലക്ഷനിൽ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലും ഗൂഗിളൊക്കെ കുറേ വീഡിയോസ് അവൈലബിൾ ആണ്. ഞാനും വേണമെങ്കിൽ ഒരു ദിവസം സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഞാൻ നേരത്തെ പറയാനുള്ള കുറേ ലൈസൻസും കാര്യങ്ങളൊക്കെ നമ്മൾ സമയം കിട്ടുന്നവരാണ് വായിച്ചെടുക്കുക, അല്ലെങ്കിൽ എഗ്രി ചെയ്തിട്ട് നെക്സ്റ്റ് അടിക്കുക. ഇവിടെ നിങ്ങൾ കസ്റ്റം കൊടുക്കണം ഗൈസ്. ഓക്കെ, കസ്റ്റം കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെ ഫയൽസും കാര്യങ്ങളൊക്കെ ഡ്രൈവ്സൊക്കെ കാണാം. നിങ്ങൾക്ക് ഈ PC-യിൽ ആവശ്യമുള്ളതായിട്ട് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ഡിലീറ്റ് ആയി കളയാം. ഓക്കെ, എല്ലാം കിടന്ന് ഡിലീറ്റ് ആയി കളയാം, ഒന്നുപോലും ആക്കി കണ്ട. ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ബാക്കപ്പ് ചെയ്ത് വെച്ചേക്കണം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഡ്രൈവിലാണോ C ഡ്രൈവ് മാത്രം ബാക്കി വെച്ചിട്ട് D ഡ്രൈവ് ഒക്കെ, അതായത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഡ്രൈവ് മാത്രം ഡിലീറ്റ് ആക്കിയാൽ മതി. ഓക്കെ, ഞാനിവിടെ എല്ലാം ഡിലീറ്റ് ആക്കിയിട്ട് അൺലോക്ക് ചെയ്തിട്ട് സ്പേസ് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് അടിക്കുകയാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാം ഇൻസ്റ്റാളിങ് വിൻഡോസ്, ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നല്ല പേഷ്യൻസ് വേണം ഗൈസ്, കാരണം നല്ല ടൈം എടുക്കും. ഇപ്പോൾ ഇത് ഞാൻ ടൈം ലാപ്സ് കാണിക്കുകയാണ്. നിങ്ങൾ ഇതേപോലെ ഒന്നും ഫാസ്റ്റ് നടക്കില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് റീസ്റ്റാർട്ട് ആവുന്നതാണ്. ഇതൊന്നും കണ്ട് പേടിക്കൊന്നും വേണ്ട. അതാ പലതരത്തിലുള്ള ലോഡിങ് നിങ്ങൾക്ക് കാണാം. ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള ലോഡിങ്ങൊക്കെ നിങ്ങൾക്ക് കാണാൻ വരുന്നതാണ്. ഇതൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് എല്ലാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ റീജൻ സെലക്ട് ചെയ്യാൻ പറയും. അവിടെ നിങ്ങൾ ഇന്ത്യ തപ്പി പിടിച്ചിട്ട് യെസ് കൊടുക്കുക. പിന്നെ ലോഡിങ്, പിന്നെ കീബോർഡ് ഞാൻ US കൊടുക്കുകയാണ്. സെക്കൻഡ് കീബോർഡ് ലേഔട്ട് നിങ്ങൾക്ക് സ്കിപ്പ് അടിക്കാം, വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് കാണാം ലോഡിങ്. പിന്നെ നൗ യു ഹാവ് സം ഇമ്പോർട്ടൻറ്റ് സെറ്റപ്പ് ടു ഡു. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ലെറ്റ്സ് ആഡ് യുവർ അക്കൗണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് കൊടുക്കുക ഇവിടെ. ഇനി മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് കൊടുക്കാൻ ആഗ്രഹമില്ലെങ്കിൽ നിങ്ങൾ നെറ്റ് അങ്ങ് ഊരിക്കളയാം.
എന്നാൽ നിങ്ങൾക്ക് ഒന്ന് ബാക്ക് അടിച്ച് വീണ്ടും ഇങ്ങോട്ട് കയറിയാൽ നിങ്ങൾക്ക് പിന്നെ ഈ ഒരു സ്ക്രീൻ വരുന്നതായിരിക്കില്ല. നിങ്ങൾക്ക് ജസ്റ്റ് യൂസർ നെയിം അടിക്കാം. പിന്നെ നിങ്ങളുടെ പ്രൈവസി സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാം വേണ്ട സാധനങ്ങൾ ഓക്കെ അടിച്ചിട്ട് നെക്സ്റ്റ് അടിക്കാം. നിങ്ങൾക്ക് ഇവിടെ വേണേൽ എല്ലാം സെലക്ട് ചെയ്യാം നിങ്ങളുടെ പർപ്പസ് എന്താണെന്നാണ്. ഈ കോർട്ടാണ് പറഞ്ഞ ഒരു വൃത്തിയുടെ സാധനമാണ്. എനിക്ക് വലിയ ഇഷ്ടമല്ല, പേഴ്സണലി എനിക്ക് വലിയ ഇഷ്ടമല്ല, അങ്ങനെ പറഞ്ഞല്ല. അതുകൊണ്ട് ഞാൻ അതിനുള്ളാക്കി നെക്സ്റ്റ് അടിക്കുകയാണ്. പിന്നെ ലോഡിങ്സ് കഴിഞ്ഞാൽ കുറേ ലോഡിങ് ഉണ്ടാവും. ഏകദേശം ഒരു 3/4 മണിക്കൂറിൻ്റെ പരിപാടിയാണ്. ലാസ്റ്റ് നിങ്ങളെ PC റെഡി ആയിരിക്കും. നിങ്ങളെ USB കറക്റ്റായിട്ട് എജക്റ്റ് ചെയ്തിട്ട് റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ, ഇതാണ് പ്രോസസ്സ്. ഇത്രയും സിമ്പിളാണ് ഗൈസ്. ഓക്കെ, ഇതാണ് എങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ള കംപ്ലീറ്റ് പ്രോസസ്സും. നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ശ്രദ്ധിച്ചിരുന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഇനി ഈ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള വീഡിയോ ഒക്കെ വേണമെങ്കിൽ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. അല്ലെങ്കിൽ ഈ വീഡിയോന് കുറേ ലെങ്ത്ത് കൂടി പോകും. ഓക്കെ, അപ്പോൾ ഇത്രയും സിമ്പിളാണ് ഗൈസ്. ഇത് നിങ്ങൾക്ക് ഇനി ഇൻസ്റ്റാൾ ചെയ്യാൻ ഇല്ലെങ്കിൽ പോലും നിങ്ങളൊന്ന് ജസ്റ്റ് പഠിച്ച് വെക്കുക. ഇതൊക്കെ ഒരു ജനറൽ നോളേജ് ആയിട്ട് നിങ്ങൾ എടുക്കുക. ഓക്കെ, ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമ്മളൊക്കെ സാധാരണക്കാർ, ഞാനും ചെറുതാൻ വണ്ടി രചിച്ചിട്ടുണ്ട്. ഇതുമ്പോൾ ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആളൊക്കെ നിങ്ങൾ അങ്ങനെ ആലോചിക്കേണ്ട ഗൈസ്. ഇതൊക്കെ ഉണ്ടാക്കുന്ന ആളുടെ ആ ഒരു തല ആലോചിച്ചു. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കുക. പിന്നെ താഴെ കാണുന്ന ബട്ടൺസില്ലേ, ചുവപ്പ് കളർ ബട്ടൺ, അല്ല ഇപ്പോൾ ചുവപ്പൊക്കെ മാറ്റിയില്ലേ, ഇപ്പോൾ വെള്ള ഒക്കെ കറുപ്പും വെള്ളയാണല്ലേ. സബ്സ്ക്രൈബ് ബട്ടൺ, ലൈക്ക് ബട്ടൺ ഒക്കെ അടിച്ച് പൊട്ടി ഗൈസ്. ഡിസ്ലൈക്കിൻ്റെ മുകളിലോട്ട് കൈ കൊണ്ടുപോകരുത്, ദയവേത് അങ്ങോട്ട് മാത്രം കൈ കൊണ്ടുപോകരുത്. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ പുതിയ ഇൻഫോർമേറ്റീവ്സ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരും. അതുവരെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.